ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന ദൈവവചനം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിനു സൗഖ്യം വരുത്തിക്കൊടുക്കും. ഈ വചനം ഒരു വാഗ്ദാനം മാത്രമല്ല, ഇതൊരു ആത്മീയ മാർഗരേഖയാണ്. ദൈവത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ വഴിയാണ്. വിനയം, മാറ്റത്തിന്റെ തുടക്കം. ദൈവം ആദ്യം ആവശ്യപ്പെടുന്നത് വിനയമാണ്. വിനയമെന്നത് സ്വയം ചെറുതാക്കലല്ല, ദൈവത്തെ ഉയർത്തുക എന്നതാണ്. നാം വിനയപ്പെടുമ്പോൾ ഹൃദയം തുറക്കപ്പെടുന്നു, ദൈവത്തിന്റെ കൃപ ഒഴുകിത്തുടങ്ങുന്നു. പ്രാർത്ഥന, ബന്ധത്തിന്റെ പാത്ത്. പ്രാർത്ഥന ഒരു ചടങ്ങല്ല, ഒരു സംഭാഷണമാണ്. പ്രാർത്ഥനയിൽ നാം നമ്മുടെ ഭയം നൽകുന്നു, നാം നമ്മുടെ വേദന നൽകുന്നു, നാം നമ്മുടെ സ്വപ്നങ്ങൾ നൽകുന്നു. പ്രാർത്ഥനയിൽ നാം മാറുന്നു. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കൽ. ദൈവം നമ്മോട് അവന്റെ കൈകളെ മാത്രമല്ല, അവന്റെ മുഖം അന്വേഷിക്കാൻ പറയുന്നു. അനുഗ്രഹം മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം. പരിഹാരം മാത്രമല്ല, ബന്ധം. നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ജീവിതം ദിശ കണ്ടെത്തുന്നു. വിട്ടുതിരിയൽ, യഥാർത്ഥ പുനരുദ്ധാരണം. ഇത് കുറ്റബോധമല്ല, ഇത് ദിശമാറ്റമാണ്. ദൈവം ശിക്ഷിക്കാൻ കാത്തിരിക്കുകയല്ല, സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. വിട്ടുതിരിയൽ, പുതിയ ആരംഭം. ദൈവത്തിന്റെ വാഗ്ദാനം: ഞാൻ കേൾക്കും, ഞാൻ ക്ഷമിക്കും, ഞാൻ സൗഖ്യമാക്കും. ഇത് വ്യക്തിക്ക് മാത്രമല്ല, കുടുംബത്തിനും ദേശത്തിനും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വിനയപ്പെടുന്നു, ഞങ്ങളുടെ ഹൃദയം തുറക്കുന്നു, ഞങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു, ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നു. ഞങ്ങളുടെ ജീവിതം സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ കുടുംബം സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ മനസ്സ് സൗഖ്യമാക്കണമേ. ഇന്ന് ഞാൻ വിനയപ്പെടുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു, ഞാൻ തിരിഞ്ഞുവരുന്നു. ദൈവം കേൾക്കുന്നു, ദൈവം ക്ഷമിക്കുന്നു, ദൈവം സൗഖ്യമാക്കുന്നു. ഈ വചനം ഒരു സന്ദേശം മാത്രമല്ല, ഒരു ക്ഷണമാണ്. ദൈവത്തോടടുത്തു വരാനുള്ള ക്ഷണം, പുതിയ തുടക്കത്തിനുള്ള ക്ഷണം. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ആമേൻ. ഈ സന്ദേശം നിങ്ങളെ സ്വാധീനിച്ചെങ്കിൽ ആമേൻ എന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ വിശ്വാസ തിരുവെഴുത്ത് സന്ദേശ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ യാത്ര ഒരുമിച്ച് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.